അർജുനനെ ഉർവശി ശപിച്ചത് ഉപകാരമായി പരിണമിച്ച കഥ പോലെയായി. അല്ലെങ്കിൽ ബൃഹന്തളയായി അന്തപുരത്തിൽ കയറിപ്പറ്റാൻ കഴിയുമായിരുന്നു. ഭാഗ്യം നമ്മുടെ കൂടെയാണ്. അയാൾക്ക് എന്താ പേരിട്ടിരിക്കുന്നത്? അനന്തൻ നമ്പൂതിരി, പ്ലാക്കുറിശി ഇല്ലം. ഒരു ബ്രാഹ്മണനെ പോലെ പെരുമാറാൻ അറിയുവോ? അറിയാം. ഇത്തിരി സംസ്കൃതവും സാഹിത്യവും ഒക്കെ വശമുണ്ട്. സംഗീതത്തിലും അഭിരുചിയുണ്ട്. പിന്നെ അയാളുടെ സംസാരത്തിന് നമ്മുടെ ഏറനാടൻ ഭാഷയുടെ ഒരു സാമ്യമുണ്ട്. എപ്പോഴും അയാളുടെ ഒരു കണ്ണു വേണം. നമ്മൾ വിട്ടികളാകരുത്. മനസ്സിലാവണുണ്ടോ? തമ്പുരാട്ടി, ഉറങ്ങിന്ന് തോന്നുന്നു. ഈ പിടുത്തം പിടിവെച്ച കുഴപ്പാവോ? ഇല്ല, ശക്തിയുള്ള മരുന്നാ. ഇനി ഉണരണമെങ്കിൽ 4 മണിക്കൂറെങ്കിലും കഴിയണം. തമ്പുരാട്ടി, എങ്ങനെയാ പുറത്തേക്ക് ഇറങ്ങാ? എന്താ വിളിച്ചേ? തമ്പുരാട്ടിന്നോ? പിന്നെ എങ്ങനെയാ വിളിക്ക? ഞാനൊരു കൊട്ടാരവും രാജാവിനെയും രാജ്ഞിയെയും രാജകുമാരിയും ഒക്കെ കാണുന്ന ആദ്യമായിട്ടാ. അതുകൊണ്ട് എങ്ങനെയാ പെരുമാറുക എന്നൊന്നും വലിയ നിശ്ചയമില്ലേ. ഞാൻ രാജകുമാരി ഒന്നുമല്ല. പിന്നെ ആരാ കുട്ടി ഇവിടുത്തെ? ഞാൻ എല്ലാവരുടെയും കാരുണ്യം കൊണ്ട് കഴിഞ്ഞുകൂടുന്ന ഒരു... അത് ശരി. ഞാനിപ്പോ എന്ത് വിളിക്കണം? രാധ. ഹായ് രാധ. അസലായി. അപ്പൊ ഈ ഗോപികമാരൊക്കെ എവിടെ? അല്ല, വഴി പറഞ്ഞില്ല? ഇതിലെ പോയാൽ ഒരു ഗോവണിയുണ്ട്. അതിലെ താഴെ ഇറങ്ങിയ ഒരു ഇടനാഴിയായി. അത് ചെല്ലണത് ചെറിയ ഊട്ടുപുരയിലേക്കാ. അവിടുന്ന് ഇടത്തോട്ട് പോയ നടപ്പുര മാളികയുടെ വരാന്തിയായി. വലത്തോട്ട് കുളമാണ്. വഴിയൊക്കെ ഞാൻ പറഞ്ഞുതരാം. വഴി ചോദിക്കാൻ കണ്ടൊരു സ്ഥലേ വലിയമ്പ്രാട്ടിയുടെ പള്ളിയറയിൽ. അസാരം ഫലിതപ്രിയനല്ലേ? അങ്ങനൊന്നുമില്ല, എന്നാൽ ഇത്രയും ഉണ്ട് താനും. എന്നാ അതങ്ങോട്ട് നിർത്തണതാ ഭേദം. മുഖം കാണിക്കാൻ കൽപ്പിച്ചിട്ടുണ്ട്. ആരെവിടെ കൽപ്പിക്കാനുള്ളത്? വലിയ തമ്പുരാൻ, സാക്ഷാൽ ഉദയവർമ്മ തിരുമനസ്. അന്യ ആളുകള് ഇവിടെ കയറി ഇറങ്ങണത് എനിക്ക് ഇഷ്ടമല്ലാന്ന് എനിക്കറിയില്ലേ. അമ്മാമയോടുള്ള ബഹുമാനം, പരിചയപ്പെടുകയും അടുക്കുകയും ചെയ്യണമെന്നുള്ള അങ്ങേയറ്റത്തെ അഭിനിവേശം, അതുകൊണ്ട് അയാളെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. അതില് വിരോധം ഉണ്ടായിട്ടല്ല. എന്നാലും ഈ പരിചയമില്ലാത്ത ആളുകളെ തറവാട്ട് കയറ്റി താമസിപ്പിക്കുക എന്ന് പറയുന്നതില് ഒരു ഔചിത്യമില്ലായ്മയില്ലേ? അല്ല, ഉണ്ട്. പക്ഷേ അമ്മാമ ഒരു കലാരസികൻ, അയാൾ ഒരു കലാകാരൻ. അങ്ങനെ കലാപരമായ ഒരു സംഗമത്തിന്റെ ഔചിത്യം ഉണ്ടല്ലോ. അതിനും പുറമെ നമ്മുടെ കൊട്ടാരത്തിന്റെ വാസ്തുശില്പപരമായ കാര്യങ്ങള്, ചരിത്രപരമായ പശ്ചാത്തലങ്ങള്, അങ്ങനെ വിവിധ വിഷയങ്ങളില് മൂപ്പർക്ക് താല്പര്യമുണ്ടേ. അതിനിപ്പോ ഇവിടെ അല്ലാതെ വേറെ എവിടെയാ പോവുക? പ്ലാക്കുറിശി ഇല്ലത്തെ ആരാണെന്നാ പറഞ്ഞത്? പ്ലാക്കുറിശി ഇല്ലത്തെ എന്റെ പേര് അനന്തൻ നമ്പൂതിരി. നമ്പൂതിരി അല്ല, കൃഷ്ണൻ നമ്പൂതിരിയുടെ ആരാണെന്നാണ് ചോദിച്ചത്. കൃഷ്ണൻ നമ്പൂതിരിയുടെ മകളെയാണല്ലോ വാമദേവൻ നമ്പൂതിരി വേലി കഴിച്ചിരിക്കുന്നത്. അദ്ദേഹമാണല്ലോ ഇദ്ദേഹത്തിന്റെ... മുത്തച്ഛന് സുഖല്ലേ? മുത്തശ്ശൻ 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 മരിച്ചു. മരിച്ചൂന്നോ? അസംബന്ധം പറയാതോ. കഴിഞ്ഞ മാസം ഗുരുവായൂർ വെച്ച് കണ്ടതല്ലേ? മരിച്ചില്ല. മരിച്ചത് വകയില് വേറൊരു അമ്മാവനാണ്. അതെ. കൃഷ്ണൻ നമ്പൂതിരിയുടെ അഷ്ടപതി വളരെ കേമമാണ്. ഞാൻ 1-2 വട്ടം കേട്ടിട്ടുണ്ട്. ആട്ടെ, ഇല്ലത്തെ ഭാഗമൊക്കെ കഴിഞ്ഞോ? ഭാഗം അപ്പോ പടിഞ്ഞാറ്റിന്റെ അടുത്ത് ഒഴിഞ്ഞെടുക്കുന്ന ആ കെട്ടിടം ഏർപ്പാടാക്കാം. അല്ലെ, താമസിക്കാനേ. എന്താമെന്നെ 1-2 ദിവസം കൂടിയിട്ട് പോട്ടെ അല്ലേ? അവിടത്തെ ഇഷ്ടം. എങ്ങനെയാ, ശുദ്ധിയും വൃത്തിയൊക്കെ ഉള്ള കൂട്ടത്തിലാണോ? ഭയങ്കരമായിട്ട് ഉള്ള കൂട്ടത്തില. ഇപ്പോഴത്തെ ചെറുപ്പക്കാർക്ക് ഓരോരോ സമ്പ്രദായങ്ങളാണേ.
എന്താ എന്നെ ഇങ്ങനെ നോക്കണേ? ഒന്നുമില്ല. അതിരാത്രി ആയി ഉറങ്ങാതെ എന്തെടുക്കുകയാണെന്ന് നോക്കാൻ വേണ്ടി വന്നതാ. ഞാൻ വെറുതെ അങ്ങനെ ഇരുന്നു, ഉറക്കം വന്നില്ലേ? തന്നെ അലട്ടുന്ന എന്തോ ഒരു പ്രശ്നമുണ്ടല്ലോ. എന്നെയോ? ആ, ഏയ് അങ്ങനൊന്നും ഇല്ല. എന്നാ ലൈറ്റ് ഓഫ് ചെയ്തിട്ട് കിടന്ന് ഉറങ്ങിക്കോളൂ കേട്ടോ. നിങ്ങളായിരുന്നോ? ഭാഗ്യം. ഇപ്പൊ എല്ലാവരുടെ ശവം ഈ വരാന്ത വീണനെ. ഈ സാധനം എടുത്ത് നീട്ടുകയും പിടിക്കുകയും ഒക്കെ ചെയ്യുന്നത് സൂക്ഷിച്ചു വേണം. കൈവിട്ട സൂത്രമാ. ആ രാമമേനൻ ഇങ്ങോട്ട് വരുന്നത് കൊണ്ട് അയാൾക്ക് വല്ല സംശയമുണ്ടോ? എനിക്ക് അങ്ങനെ തോന്നിയില്ല. ആളിൽ കുറിയവര് പൊതുവെ പെശക, പോരാത്തതിന് കൂർമ്മ ബുദ്ധിയും. ഒടുവില് ഞങ്ങൾ തൂങ്ങേണ്ടി വരരുത്. ആരും ഭയപ്പെടണ്ട. ഒരു സുപ്രഭാതത്തിൽ നിങ്ങൾ അറിയും ഉദയവർമ്മ മഹാരാജാവ് മരിച്ചു. ഒരു കാര്യം മറക്കണ്ട, ശവം ചിതയിൽ വെക്കുന്നതിന് മുമ്പ് എനിക്ക് എന്റെ പണം മുഴുവൻ കിട്ടിയിരിക്കണം. അല്ലെങ്കിൽ നിങ്ങൾ പറഞ്ഞത് സംഭവിക്കും, എല്ലാവരും തൂങ്ങും. ഇല്ല, ഞങ്ങൾ ചതിക്കില്ല. പറഞ്ഞാലും കൂടുതൽ പണം തരും. എങ്കിൽ തമ്പുരാക്കന്മാർ പോയി സുഖമായിട്ട് കിടന്നുറങ്ങൂ. ഞാനൊന്ന് പ്ലാൻ ചെയ്യട്ടെ. എന്നും ഇങ്ങനെ തന്നെയാ. എല്ലാരും വിലവിടക്ക് എണീക്കുമ്പോ നമ്മള് പകുതിയായിട്ടേ ഉണ്ടാവുള്ളൂ. നിങ്ങളും ഊണിന് മോശമല്ല. ലേശം മോരുകൂടാവാം. മോളെ ഇച്ചിരി മോരോട് ഒഴിച്ചു കൊടുക്ക്. കറികളൊക്കെ ഇഷ്ടമായോ തിരുവേനിക്ക്? അസലായി. കാളൻ ബഹുകേമം. ഇന്നെന്താ അടപ്രഥമൻ? പ്രത്യേകിച്ച് വല്ല വിശേഷമുണ്ടോ? പ്രഥമൻ ഏതെങ്കിലും ഒന്ന് എന്നും ഉണ്ടാവും. വാ, അപ്പൊ എന്റെ ഭാഗ്യാണല്ലോ. ഇന്നത്തെ പ്രഥമൻ സൗദാമിനിയാ വെച്ചതെന്ന് വെച്ചാൽ മേൽനോട്ടം. ആരാ സൗദാമിനി? ഞാനാണ്. ഓ, ബേഷായിരിക്കണു. ആളെ പോലെ തന്നെ പ്രഥമനും ജോറായിട്ടുണ്ട്. സൗദാമിനിയുടെ മനസ്സ് നിറഞ്ഞു. വലിയൊരു ഇല്ലത്തെ തിരുമേനിയാ പ്രശംസിച്ചത്. നല്ല ഷീത്തുള്ള മുഖം, ബ്രാഹ്മണത്വം നിറഞ്ഞു നിൽക്കുക. വലിയ ജ്ഞാനിയാണെന്നാ രവി പറഞ്ഞത്. പേരുകേട്ട ഇല്ലത്തിയ ഒറ്റ മകൻ. ആരാ? അനന്തൻ നമ്പൂതിരിയെ. പേര് കേട്ടാളാ. അത് ഏത് കാര്യത്തിൽ അതേ സംശയമുള്ളൂ. ഒന്ന് സൂക്ഷിച്ചോളൂ. പുളിങ്കൊമ്പാണെന്ന് കരുതി കയറി പിടിക്കണത് മുറുക്കും കൊമ്പിലാവണ്ട. ഒരു നമ്പൂതിരിക്ക് മറ്റൊരു നമ്പൂതിരിയെ കണ്ടുവിടാന്ന് പറഞ്ഞ ശരിയാ. എടത്തി സൗദാമിനിക്ക് ചേരുന്നുണ്ടെങ്കിൽ ഏടത്തി അങ്ങോട്ട് ആലോചിച്ചോളൂ. അമ്മാമ വിളിച്ചു എന്ന് പറഞ്ഞു. ആ, വിളിച്ചു. തന്റെ ചങ്ങാതി ഒരുത്തൻ വന്നിട്ട് പോയോ? പോയില്ല. എന്താ അത്? അയാൾക്ക് പെട്ടെന്ന് പോവാൻ തോന്നണില്ല അത്രേ. അത് ശരിയല്ല. പ്രായമായ പെൺകുട്ടികളൊക്കെ താമസിക്കുന്ന സ്ഥലത്ത് ഒരു കാര്യവും ഇല്ലാണ്ട് ചെറുപ്പക്കാരൻ ഇങ്ങനെ ചുറ്റിത്തിരിയണത് എനിക്കിഷ്ടമല്ല. ആരോട് പോകാൻ പറയൂ. അല്ലമ്മാമേ, അയാൾ കുഴപ്പക്കാരനല്ല. നേരും നെറിയുള്ള ശുദ്ധ വിശദീകരണം ഒന്നും വേണ്ട. 2 ദിവസം താമസിക്കണം, എല്ലാം ഒന്ന് കാണണമെന്നൊക്കെ പറഞ്ഞു, സമ്മതിച്ചു. ഇനിയിപ്പോ എന്താ? അല്ല, അയാള് തനിക്ക് പറയാൻ ബുദ്ധിമുട്ടാണെന്ന് വെച്ചാൽ മേനൻ പറയും. എന്താ? ഒരു വാക്കും കൂടെ കിട്ടിയാ മതി. പടിക്ക് പുറത്തിറക്കണ കാര്യം ഞാനേറ്റു. അത് വേണ്ട, ഞാൻ പറഞ്ഞോളാം. ആ, എടോ, എന്താണ് തന്റെ പ്ലാൻ? തന്നെ പോലെ ഒരു കഴുതിയെ വിഡ്ഢിവേഷം കെട്ടിച്ച് ഇവിടെ കൊണ്ടുവന്ന് എന്നെ വേണം തല്ലാൻ. ദേ,
ഒരുമാതിരി ചെറ്റത്തരം പറയരുത്. അനന്തൻ നമ്പൂതിരിയാകാൻ പറഞ്ഞു, ആയി. നല്ല മാന്യമായിട്ട് പെരുമാറണം, ഡീസന്റ് ആയിട്ട് തോന്നണം എന്ന് വേണ്ട. നിങ്ങൾ പറഞ്ഞതൊക്കെ ഞാൻ ചെയ്തു. ഇനി ഞാൻ എന്താ ചെയ്യേണ്ടത്? ദൗർബല്യങ്ങൾ മനസ്സിലാക്കി കൂടുതൽ അടുക്കണമായിരുന്നു. താൻ അവിടെ ഇവിടെയും വായിൽ നോക്കി ഒട്ടിപ്പിടിക്കണമായിരുന്നു. ഒട്ടിപ്പിടിക്കാൻ ഞാൻ എന്താ ഫെവിക്കോളാണോ? ഫെവിക്കോൾ ആവണമായിരുന്നു. ഇനി നോക്കാം. ഇനി നോക്കാൻ തന്നെ പിടിച്ച് കഴുത്തെ പിടിച്ച് പുറത്തേക്ക് ഉള്ളതിന് മുമ്പ് പെട്ടിയും കിടക്കൊക്കെ എടുത്ത് ഇറങ്ങിക്കോ. അതെ, ഞാൻ ചെറിയൊരു നമ്പർ ഇട്ട് നോക്കിയാലോ? എന്ത് നമ്പർ?